കുരുത്തൊരു കുതിരയെ കൊടുങ്കാറ്റിൽ പറക്കും കഴുകനെ, മണ്ണിൽ മുളച്ചൊരു സൂര്യനെ, മലയാള നാടിൻ മന്നനെ, പിണറായി വിജയൻ നാടിന്റെ അജയൻ. എന്താ പ്രജകൾക്കെല്ലാം എന്താ നാട്ടാർക്കെല്ലാം സുപരിചിതൻ. എന്താ വായിരുന്ന അതിന്റെ ഓളം അങ്ങോട്ട് തീർന്നില്ല സുഹൃത്തുക്കളെ. അടുത്തത് വരുന്നുണ്ട്. ആൽബം അല്ല, കുമ്മിയടിയുമല്ല, പിന്നെ എന്താണ് വരുന്നത്? ഡോക്യുമെന്ററി. അങ്ങനെയൊക്കെ പറയാറായി. ഡോക്യുമെന്ററി. അതെ, ഞങ്ങളുടെ പിണറായിയെ കുറിച്ച് ഞങ്ങൾ ഡോക്യുമെന്ററി ഉണ്ടാക്കും, ഞങ്ങൾ പ്രദർശിപ്പിക്കും, ഞങ്ങൾ സംവിധാനം ചെയ്യും, കഥ തിരക്കഥ എല്ലാം ഞങ്ങൾ എഴുതും. ഇവിടെ ആർക്കാണ് ചൊറി? ആർക്കാണ് വട്ടച്ചൊറി? വട്ടച്ചൊറി ഇപ്പോൾ വന്നിരിക്കുന്നത് പാർട്ടിക്കകത്താണ്. എന്ത് പാർട്ടിക്കകത്ത് തന്നെ പൊട്ടലും ചീറ്റലും ഡോക്യുമെന്ററിക്കെതിരെ. എന്തിന്? ബട്ട് വൈ എന്ന് നിങ്ങളുടെ ആൾക്കാർ തന്നെയാണ് ചോദിക്കുന്നത്. അതിനെ കുറിച്ച് രണ്ട് വാക്ക്. ഇത്രയും ജനപ്രിയനായ, ഇത്രയും ജനസമ്മതിതനായ, പിന്നെ ഞങ്ങളുടെ സർക്കാരിനെ വീണ്ടും അധികാരത്തിലേറാൻ സഹായിച്ച ഒരു വ്യക്തിയെ ഞങ്ങൾ പിന്നെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വി എസിനെ അല്ലേ VS-ന് വേണ്ടിയിട്ടല്ലേ ഡോക്യുമെന്ററി ഉണ്ടാക്കേണ്ടത്? ഞങ്ങൾ രണ്ടാമത് ശൈലജ ടീച്ചർ രണ്ടാമത് കേറാൻ അതൊക്കെ ഒരു ഭാഗം മാത്രം. എന്നാ പിന്നെ ഞങ്ങൾ ശൈലജ ടീച്ചർക്ക് വേണ്ടിയല്ലേ ഡോക്യുമെന്ററി ഉണ്ടാക്കേണ്ടത്? കപ്പിത്താന് വേണ്ടി എന്തിനുണ്ടാക്കുന്നു? മുന്നിൽ നിന്ന് നയിച്ചതാരാണ്? മുന്നിൽ നിന്ന് നയിക്കുന്നതാരാണ്? ഒന്നാം വട്ടം അധികാരം കിട്ടുമ്പോഴത്തേക്ക് പിണറായി എവിടെയും കാണാനില്ലായിരുന്നു. അന്ന് VS-ന്റെ തലയാ ഫുള്ള് കാണിച്ചത്. രണ്ടാമത് കാണിച്ച ഫുൾ തല ശൈലജ ടീച്ചറിന്റെയാ. അപ്പൊ ഈ മുന്നിൽ നിന്ന് നയിച്ചത് ഞങ്ങൾ കുറെ കേൾക്കുന്നുണ്ട്. ഞങ്ങളുടെ പിണറായി വിജയനാണ് ഞങ്ങളുടെ മുഖമുദ്ര. അദ്ദേഹമാണ് ഞങ്ങളെ മുന്നിൽ നിന്ന് നയിക്കുന്നത്. മുഖ്യമന്ത്രി ഇവരെയൊക്കെ തല കാണിച്ചാലും മുഖ്യമന്ത്രി ആരാ? മുഖ്യമന്ത്രി ആരാ? ശരി, VS-ന്റെ തല കാണിച്ചു, അടുത്ത ആളെ തല കാണിച്ചു. VS-ന്റെ തല കാണിച്ച് നിങ്ങൾ ജയിച്ചിട്ട് നൈസാ VS-നെ ഒഴിവാക്കി. അതാണ്. അല്ലാതെ പിണറായി വിജയന്റെ തല നിങ്ങൾ ആദ്യത്തെ തവണ എവിടാടോ കാണിച്ചത്? അദ്ദേഹം പ്രായമായി, അദ്ദേഹം വീട്ടിൽ. എന്തിനാണോ ആ മനുഷ്യന്റെ തല കാണിച്ച് നിങ്ങൾ അധികാരത്തിൽ വന്നത്? പിണറായിയുടെ തല കാണിക്കാമായിരുന്നല്ലോ. ഞങ്ങൾ എല്ലാ കാണിക്കാഞ്ഞത്? VS-ന്റെ തലയുടെ അടുത്ത് പിണറായിയുടെ തല ഉണ്ടായിരുന്നു. നിങ്ങൾ പോയി നേരെ നോക്ക്. ഊച്ചാളിത്തരത്തിന് കയ്യും കാലും വെച്ചിട്ട് വിജയന്റെ പേരുണ്ടോണ്ട് നടക്കുവാ അങ്ങ്. ഞങ്ങളുടെ നേതാവിനൊന്നും പറയരുത്. നിങ്ങളുടെ നേതാവിനെയാണ് താൻ ഇവിടെ നിന്ന് കുറയ്ക്കുന്നതിന് വരെ നിങ്ങളുടെ പാർട്ടിക്കാരെ പറഞ്ഞ് മനസ്സിലാക്കണോ ആദ്യം കാര്യങ്ങള്? നിങ്ങളുടെ പാർട്ടിയിൽ തന്നെയാണോ പൊട്ടലും ചീറ്റലും ഉണ്ടായത്? വെറുതെ എന്തിനാ ഈ പിണറായിയെ എപ്പോഴും ഇങ്ങനെ എഴുന്നള്ളിക്കുന്നതെന്നാണ് നിങ്ങളുടെ പാർട്ടിക്കാരെയാണ് ചോദിക്കുന്നത്. കൂട്ടയടി തുടങ്ങി. പിണറായിയുടെ വില അവർക്ക് അറിയില്ല. നിങ്ങൾക്ക് പിണറായിയുടെ വില അറിയോ? അദ്ദേഹത്തിന്റെ മഹത്വം അറിയുമോ? അദ്ദേഹം കാരണമാണ് ഈ 9-ാം വർഷം അദ്ദേഹമാണ് നമ്മൾ കൊറോണ സമയത്ത് പിടിച്ചു നിർത്തിയത്. കേരളത്തിൽ നമുക്ക് കിറ്റ് നൽകി. കിറ്റ് നാണമില്ലേടോ ഇങ്ങനെ ജനങ്ങളുടെ കാശിന് അവർക്ക് കിറ്റ് കൊടുത്തതിന്റെ കണക്ക് പറഞ്ഞിട്ട് എത്ര കാലം നിങ്ങൾ അധികാരത്തിൽ കയറൂടോ? ഇങ്ങനെ ഞങ്ങൾ തരത്തിലൊരു പരിധി ഇല്ലേടോ? കിറ്റ് ഇല്ലാതെ ഇങ്ങനെ അധികാരത്തിൽ കയറാമെന്ന് അടുത്ത് കാണിച്ചു തരാം. എന്തോ കൊണ്ട് വിഴിഞ്ഞം കാണിച്ചിട്ടുണ്ടോ? അതെ, വിഴിഞ്ഞം വികസന പ്രവർത്തനങ്ങൾ മറ്റേ അവര് തടയാതിരുന്നെങ്കിൽ കേരളയിൽ ഇപ്പോ എന്തൊക്കെ കെ ആയിരുന്നു? കെ ഫോണ്, കേരളയില് കേക്കുറ്റി, കേക്കുറ്റിയും പറഞ്ഞോണ്ട് എല്ലാ നാട്ടുകാരും മുണ്ടു വെക്കും. ഇതൊക്കെ ഞങ്ങളുടെ പിണറായിന്റെ നേതൃത്വത്തിൽ നമ്മളിപ്പോ ഒരുപാട് പേരുണ്ടെങ്കിലും മുന്നിൽ നിന്ന് നയിക്കുന്നത് ഞങ്ങളുടെ കപ്പിത്താനാണ്. പിന്നെ അദ്ദേഹത്തെ ഒരാൾ ജീവിച്ചിരിക്കുമ്പോഴാണ് അദ്ദേഹം ചെയ്ത നല്ല കാര്യങ്ങൾക്കുള്ള മഹത്വം കൊടുക്കേണ്ടത്, കേട്ടോ. അല്ലാതെ ജീവിച്ചിരുന്നപ്പോ അദ്ദേഹത്തെ കുറിച്ച് നിങ്ങൾ രണ്ട് നല്ല ഞങ്ങളല്ല പറയേണ്ടത്. അത് അവരെ പാർട്ടിക്കാര് പറയണമായിരുന്നു. അല്ലാതെ മരിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ടല്ല അദ്ദേഹത്തിന്. നിങ്ങളുടെ പിണറായി അങ്ങനെയാണെങ്കിൽ ജീവിച്ചിരിക്കുമ്പോ തന്നെ നിങ്ങളുടെ പിണറായി ഇട്ട് ഊഞ്ഞാലാട്ടിക്കുന്നത് നിങ്ങളുടെ പാർട്ടിക്കാര് തന്നെ. അതിനെ കുറിച്ചായി ഈ സംസാരിച്ചോണ്ടിരിക്കുന്നത്. ഒരു സൈഡിൽ ഊഞ്ഞാലാട്ടിക്കോട്ടെ, മറു സൈഡിൽ ഞങ്ങൾ പൊക്കിക്കോളാം, കേട്ടോ. ഊഞ്ഞാലാട്ടിക്കലും ഉപദേശിക്കലും രണ്ടും അറിയാവുന്ന. ജീവിച്ചിരിക്കുമ്പോ അവർ അർഹിക്കുന്ന അർഹത, മാന്യത ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ടല്ലോ. അതാണ് ഞങ്ങൾ നേരം വെളുക്കുമ്പോ തൊട്ട് പിണറായിക്ക് അർഹത കൊടുക്കുന്നുണ്ടല്ലോ. ഊരിത്തെറിവിളിയല്ലേ? അതൊക്കെ കേട്ടിട്ടുള്ള ഒരു മുഖ്യമന്ത്രി കേരള ചരിത്രത്തിൽ വേറെ കാണത്തില്ല. അതെങ്ങനെ? ഞങ്ങൾ 10 വർഷം ഇരുന്നു. അപ്പൊ 10 വർഷത്തെ വിളിയേക്കണം. 5 വർഷമല്ലേ ഇരുന്നുള്ളൂ.
ഞാൻ സാധിക്കുന്നുണ്ടോ ഇതൊക്കെ നിങ്ങൾക്ക്? 10 വർഷത്തെ വിളി മറ്റൊരു 5 വർഷമല്ലേ? 5 വർഷം ആ 5 വർഷത്തെ കൂടെ വിളി അവര് കേട്ടോ. 15 വർഷത്തെ വിളി നിങ്ങൾ വിളിച്ചോ, ഞങ്ങൾ അധികാരത്തിലേറി ഈ വിളിയൊക്കെ കേൾക്കാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷെ ഞങ്ങൾ അധികാരത്തിൽ കയറ്റണം കേട്ടോ. അതെ 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 അതെ, കയറ്റും. ഞങ്ങളെ ഡോക്യുമെന്ററി അത് ഞങ്ങൾ അടുത്ത് വന്നാൽ ഞങ്ങൾ സിനിമ ഇറക്കും. അതെ അല്ലെ, ഇടയ്ക്കിറങ്ങി മമ്മൂട്ടിയെ വെച്ച് ഇറക്കിയായിരുന്നല്ലോ. അത് ചന്ദ്രൻ ഒന്ന് നമ്പർ 1 എന്തോന്നായിരുന്നു? അടുത്ത സിനിമയിൽ ഞങ്ങളുടെ പിണറായി തന്നെ നായകൻ. അതെ അതെ, ഡൽഹി യാത്രക്ക് പോയതൊക്കെ കാണിക്കും പിണറായി. എണിച്ചു പോടോ. ഡൽഹി യാത്രയ്ക്ക് പോയത് മഹാത്മാഗാന്ധി. അതൊക്കെ അറിയാമോ? അറിയാം, അതൊക്കെ അറിയാം. ഞങ്ങളുടെ പിണറായി ജയിലിൽ കിടന്നിട്ടുണ്ട്, അറിയാം. അദ്ദേഹം സമരങ്ങൾ മുന്നിൽ നിന്ന് നയിച്ച് അടികൊണ്ട് അദ്ദേഹം ജയിൽ വാസം അനുഭവിച്ചാണ് നേതൃനായകനായി ഉയർന്നു വന്നത്. അല്ലാതെ പറയുന്നില്ല, പറയിപ്പിക്കരുത് എന്നെ കൊണ്ട്. നേതാവാരുണ്ടെങ്കിൽ പിന്നിൽ അധ്വാനമുണ്ട്. ആ തല്ല് കൊണ്ടതിന്റെ ഇപ്പൊ കേരളം എഴുതി വിൽക്കുന്നുണ്ട്. കേരളത്തോടുള്ള ആ ഒരു സ്നേഹം നോക്കണേ. കേരളം എഴുതി വിൽക്കുന്നു, ചുമ്മാ അനാവശ്യം പറയുന്നു. വിറ്റിട്ടില്ല. കേന്ദ്രം ഇവിടെ പലരും പിടിക്കാൻ നോക്കുന്നു, പക്ഷെ നടക്കുന്നില്ല. അതെ അതെ അതെ, നമുക്കറിയാം. മോദിയുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ച് നമുക്ക് എപ്പോഴും പറയാൻ പറ്റത്തില്ല. നിങ്ങൾക്കോ നാണമില്ല, പറയുന്നത് നമുക്കെങ്കിലും നാണം വേണോ? ഞങ്ങൾക്ക് നാണമുണ്ട്, മാനമുണ്ട്. നിങ്ങൾ അനാവശ്യമായിട്ട് മോദിനെ ഇങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ ഒറ്റയ്ക്ക് നിന്നാണ് പടം നയിക്കുന്നത്. ഞങ്ങൾ ഒറ്റയ്ക്ക്, കോൺഗ്രസും BJP ഒറ്റക്കിട്ട് ഞങ്ങൾ ഒറ്റയ്ക്ക്. എന്നിട്ട് കോൺഗ്രസ്സുകാർ പറയുന്നത് നിങ്ങൾ CJP ആണെന്നാണല്ലോ. അത് അവരെങ്ങനെയല്ലേ പറയുള്ളൂ. എന്നിട്ട് അടിയിൽ കൂടി അവർ അതെ അതെ, അടിയിൽ കൂടെ പാലം വലിക്കുന്നൊക്കെ നമ്മള് കണ്ടോണ്ടിരിക്കുക. താൻ ഒന്ന് പോയേ, വെറുതെ നിങ്ങളെ പിണറായി വെറുതെ ഇങ്ങനെ ഏറി കയറ്റാൻ നിങ്ങളായിട്ട് വഴി ഉണ്ടാക്കി വെക്കാതെ. നിങ്ങളിപ്പോ പാർട്ടിയെ ഇതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? ഡോക്യുമെന്ററി 21 അല്ലേ കേട്ടോ ഡോക്യുമെന്ററി. 40 ലക്ഷം രൂപയാണ് ഇതിന് വേണ്ടി ചെലവിടുന്നത്. ഈ കാശ് എവിടുന്നായിരുന്നു? നമ്മൾ റിച്ച് പീപ്പിൾസ്. നിങ്ങളെ പറിച്ച് പീപ്പിളും മിണ്ടായിടോ പെടോ. സെക്രട്ടേറിയറ്റിലെ കുറെ എണ്ണമാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി ഡോക്യുമെന്ററി ഇറക്കുന്നത്. കഴിഞ്ഞ തവണ ഗാനമേള നടത്തിയ ടീംസ് തന്നെയാണോ ഇത്? മുഖ്യമന്ത്രി തള്ളി ഒരു ഗാനമേള കൊണ്ടുവന്നായിരുന്നല്ലോ. ഉളുപ്പ് 7 അയലത്തൂടെ പോയിട്ടില്ല ഇതിന്റെ ഒന്നും. അതായത് എന്തോന്നറിയാവോ, ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ. പദവിയിൽ നിന്ന് വിരമിച്ചിട്ടും മുഖ്യമന്ത്രി മറ്റ് പല പദവികൾ ഉണ്ടാക്കി ഇതിൽ ചില എണ്ണത്തെ പ്രതിഷ്ഠിച്ചായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി മുഖ്യമന്ത്രിക്ക് സ്തുതിഗാനം എഴുതി അത് ആലപിച്ചു. അതിന്റെ ശേഷം ഇപ്പൊ 2ാമത് കൊണ്ടുവന്നിരിക്കുകയാണ്. അടുത്ത ബെല്ലോടുകൂടി നാടകം ആരംഭിക്കും, ഡോക്യുമെന്ററി. അണ്ട കിടക്കുന്നു. ഇവരുടെ പാർട്ടിയുടെ മറ്റേ നിലപാടുകൾ എന്തൊക്കെയാണെന്നറിയാമോ? വ്യക്തി ആരാധന പാടില്ല, വ്യക്തിപൂജ പാടില്ല, ആരെയും പൊക്കി തലേ വെക്കാൻ നടക്കരുത്, പാർട്ടിയാണ് വലുത്. പിണറായിയുടെ കാലത്ത് ഇതെല്ലാം നിങ്ങൾ കുഴിച്ചു മൂടിയോടോ. രോമമൊക്കെ നോക്ക്. മുതിക്കളയേണ്ടി വരും. അല്ല, നിലപാടുകൾ നിങ്ങൾ അങ്ങ് മുങ്ങിയോ? മറ്റേ പി ജയരാജനെ നിങ്ങൾ എന്തിന്റെ പേരിലായിരുന്നു അടിച്ചൊതുക്കിയത്? ഇതേ പിണറായി വിജയൻ പി ജയരാജനെ അടിച്ചൊതുക്കിയത് എന്തിനാണെന്നറിയാവോ? കണ്ണൂരിൽ പി ജയരാജന് വേണ്ടി സ്തുതിഗാനങ്ങൾ ഉയർന്നു. അതോടെ PJ ആർമി അങ്ങ് വെട്ടിപ്പിരുത്തും. PJ തല പൊക്കാനാകാത്ത വിധം ചവിട്ടി ഒതുക്കി. കാരണം പറഞ്ഞത് എന്തുവാ? പാർട്ടിക്ക് മുകളിൽ വളരുന്നു, വ്യക്തി ആരാധന ഇവിടെ അനുവദിക്കത്തില്ല. ഇപ്പൊ വേണ്ട സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരെല്ലാം കൂടെ മറ്റേ തുള്ളൽ ഗാനം എഴുതിയതിനും അതിനുശേഷം ഇപ്പൊ കൊണ്ടുവന്ന ഡോക്യുമെന്ററി പ്രകാശിപ്പിക്കാൻ പോകുന്നത് മുഖ്യം. എന്നെ പൊക്കി അടിച്ചോളൂ. എന്റെ തല എന്റെ ഫുൾ ഫിഗർ, എന്റെ തല എന്റെ ഫുൾ ഫിഗർ. അതിനെപ്പറ്റി എനിക്കൊന്നും പറയാനില്ല. പക്ഷെ ഇത് നിങ്ങൾ റാപ്പർ വേടനെ എത്തിച്ചൊരു ഗാനമേളയും കൂടെ നടത്തണമെന്നാണ് എന്റെ ആഗ്രഹം. ഞങ്ങളുടെ വേടൻ വരും. ഞങ്ങളുടെ വേടൻ, ഞങ്ങൾ സർക്കാർ വിളിച്ചാൽ വേടൻ വരും, പറന്നു വരും. ഞങ്ങൾ അതെ, വ്യക്തി ആരാധന അല്ല ഇത്. അയ്യോ, ഇതിന്റെ വ്യക്തി ആരാധന നിങ്ങൾ കണക്കാക്കില്ല. വ്യക്തി ആരാധനയൊന്നും അല്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഉമ്മൻചാണ്ടി അദ്ദേഹം മരിച്ചപ്പോ അദ്ദേഹത്തിന് ഒരു വഴിനീള യാത്രയിലൊക്കെ ഒരു അല്ല ദിവസമായിരുന്നു അത്. ജനങ്ങൾക്ക് അദ്ദേഹത്തോടുള്ള സ്നേഹം. അതിന് പാട്ട് എഴുതാൻ ഡോക്യുമെന്ററി ഉണ്ടാക്കുകയൊന്നും വേണ്ട, മനസ്സിലായോ? ജീവിച്ചിരിക്കുമ്പോ എന്തുകൊണ്ട് ഈ സ്നേഹം കാണിച്ചില്ല? സ്നേഹം കാണിച്ചില്ല ആര് പറഞ്ഞു? കാണിച്ചിട്ടുണ്ടായിരിക്കും, ഉണ്ടായിരിക്കുമെന്നല്ല. ഉമ്മൻചാണ്ടിക്ക് ജീവിച്ചിരിക്കുമ്പോ തന്നെ ഈ കേരളക്കരയുടെ സ്നേഹം മതിയാവോളം അനുഭവിച്ച മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹം എവിടെ ചെന്നാലും കൂടിയ ജനക്കൂട്ടം കണ്ടാൽ അത് മനസ്സിലാകും. നിങ്ങളെ പോലെ മറ്റേ ഈ ജനകീയനാകണമെങ്കിൽ ഡോക്യുമെന്ററി ഉണ്ടാക്കണം, കുമ്മിയടി നടത്തണം, അതിന്റെ ഒന്നും ആവശ്യം ആ മനുഷ്യനില്ല.
കേട്ടോ. എന്നാലും നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോ കുറെ കൂടി കൊടുക്കണമായിരുന്നു ഈ സ്നേഹം. ജീവിച്ചിരിക്കുമ്പോഴാണ് ഒരു മനുഷ്യനെ ആദരിക്കേണ്ടത്, അല്ലാതെ മരിച്ചു കഴിഞ്ഞിട്ടല്ല. ഞങ്ങൾ ഡോക്യുമെന്ററി ഇറക്കും. ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോ കൊടുക്കണം, മരിച്ചു കഴിഞ്ഞിട്ടില്ല. എന്തൊക്കെയാണോ തനി പറയുന്നത്? ഞാൻ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം എന്താ? ഞാൻ ഉമ്മൻചാണ്ടിന്റെ കാര്യം വെച്ചിട്ടാ പറഞ്ഞത്. അദ്ദേഹം ജീവിച്ചിരുന്നപ്പോ ഇത്രയും സ്നേഹമൊന്നും അദ്ദേഹം ജീവിച്ചിരുന്നപ്പോ ഈ കേരളക്കരയുടെ സ്നേഹം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ കമ്പുകൾ അത് കാണത്തില്ല. നിങ്ങൾക്ക് പിന്നെ തെറിവിളിയല്ലേ കിട്ടുള്ളൂ. ആരായാലും ഒരു വ്യക്തി ജീവിച്ചിരിക്കുമ്പോ ആ വ്യക്തിക്ക് വേണ്ടുന്ന സ്നേഹം, അതിന് ഖജനാവിലെ കാശ് മുടക്കി ഡോക്യുമെന്ററിയും മറ്റേ തുള്ളൽ പാട്ടും എഴുതണോടോ? എനിക്ക് വേറെ പോയിന്റ് ഇല്ല പറയാൻ. അങ്ങനെ എഴുതിയാലേ ജനങ്ങളുടെ സ്നേഹം ഉണ്ടാവത്തുള്ളൂ. അത് പിന്നെ ഞങ്ങള് ഡോക്യുമെന്ററി ഇറക്കും. നിങ്ങൾക്ക് മാറിയിരുന്ന കാര്യം ഞങ്ങൾ ഡോക്യുമെന്ററി ഇറക്കും. ആൾക്കാരെ കരഞ്ഞോണ്ടിരിക്കുന്നത് നമ്മളല്ല. പിന്നെ ഇരിക്കും. നിങ്ങൾക്ക് പുറത്തേക്കകത്തിരുന്ന് കരഞ്ഞൂടെ? നാട്ടുകാരെ മുഴുവൻ അറിയിക്കണോ? ആണോ ഒക്കെ ഇട്ട് കളിയാക്കുന്നത്? നിങ്ങൾക്ക് എന്ത് ചൊറിയാണ്? ഡോക്യുമെന്ററിയുടെ പേരെന്താ? ഞാൻ തമാശയാ പറഞ്ഞത്. പിണറായി വിജയൻ. എന്ത് കട്ടിയുള്ള പേരാണ്. ഇത് എങ്ങോട്ടാണ്? കുറെ കൂടെ കഴിഞ്ഞെടുത്ത് മറ്റേ രൂപക്കൂടിനകത്ത് വെക്കും. ഞങ്ങൾ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യും. ഞങ്ങൾ മൂന്നാമത് അധികാരത്തിൽ വരും. ലെജൻഡിന്റെ കാരുണ്യങ്ങൾ ആ ലെജൻഡിനെ മുന്നിൽ നിർത്തി ഞങ്ങൾ മൂന്നാമത് അധികാരത്തിൽ വരും. 100-ലധികം സീറ്റുകൾ ഞങ്ങൾ ഞങ്ങളുടെ കൈവിളയിലിട്ട് അമ്മാനം മാടിക്കും. കോൺഗ്രസ് ഉണ്ടല്ലോ, കോൺഗ്രസ് പുതിയ ആൾക്കാരെയൊക്കെ ഇറക്കിയിരിക്കുകയാണ്. ഞങ്ങളെ ഇപ്പൊ അങ്ങ് തട്ടിക്കളയെന്നും പറഞ്ഞ് ആരൊക്കെയോ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ കെ സുധാകരൻ വിചാരിച്ചിട്ട് നടന്നില്ല, പിന്നല്ലേ അഗർജിക്കുന്ന പല സിംഗങ്ങളും വിചാരിച്ചിട്ട് നടന്നില്ല. ഭാഗ്യം ഉണ്ടാവട്ടെ, അടുത്ത പ്രാവശ്യമെങ്കിലും അവർക്ക് പ്രതിഭ. അതെ അതെ, അത് ഞാൻ ആശംസിക്കുന്നു കേട്ടോ. നിങ്ങൾ ഇങ്ങനാണ് നിങ്ങളുടെ പ്രവർത്തന മികവെങ്കിൽ അടുത്ത തവണയും പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കാം. വി ഡി സതീശന് പ്രതിപക്ഷ നേതാവിന്റെ കുപ്പായം തന്നെ തുന്നിവെക്കാം. പുതിയ അത്ര മികച്ച പ്രവർത്തനമാണ് നിങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്, പറയാതിരിക്കാൻ മേല. പുതിയ KPCC പ്രസിഡന്റിനും പുതിയ UDF കൺവീനറിനും വീണ്ടും ഏത് കഞ്ഞി വന്നിട്ടുണ്ട് ഏത് കഞ്ഞി വന്നിട്ടുണ്ട്? ഇതല്ലേ പ്രവർത്തനം. മുഖ്യമന്ത്രി സ്ഥാനത്ത് ഞങ്ങളുടെ പിണറായി വീണ്ടും വരുന്നത് കാണാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ. പിണറായി വീണ്ടും അധികാരത്തിൽ വരികയാണെങ്കിൽ ഞങ്ങൾ വേണ്ടി എല്ലാവരും ആണെങ്കിൽ എന്നല്ല വരുവാണെങ്കിൽ അതിനുവേണ്ടി അകമഴിഞ്ഞ് പ്രവർത്തിക്കുന്നത് പ്രതിപക്ഷം തന്നെയായിരിക്കും. CPM-ന് പോലും ഇത്ര ആത്മാർത്ഥത ഉണ്ടാവത്തില്ല പിണറായി വിജയൻ അടുത്ത തവണ അധികാരത്തിൽ വരാൻ. പ്രതിപക്ഷത്തിന് ഞങ്ങളുടെ ജയത്തിന്റെ ക്രെഡിറ്റ് അവർക്ക് കൊടുക്കണം. മാത്രമാണ് ഞങ്ങളുടെ മികവുകൊണ്ട് ഞങ്ങൾ ജയിക്കുന്നത്, അല്ലാതെ പ്രതിപക്ഷത്തിന് മികവുണ്ടെന്നില്ല. അങ്ങനെ ഇപ്പൊ അവർക്ക് ക്രെഡിറ്റ് പോണ്ട. ഞങ്ങളുടെ വിജയത്തിന്റെ ക്രെഡിറ്റ് ഞങ്ങൾക്ക് തന്നെ. ഞങ്ങളുടെ പിണറായി കോട്ട തകർക്കുമെന്ന്, ഞങ്ങളുടെ പിണറായിയെ അധികാരത്തിൽ നിന്ന് വലിച്ച് താഴെ ഇറക്കുമെന്ന് ഞങ്ങൾക്കൊന്ന് കാണണം. ഞങ്ങൾക്കൊന്ന് കാണണം. തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ ഞങ്ങളങ്ങ് കളയുന്നു, സമ്മതിക്കൂല, ചെത്തിക്കളയുന്നു. അതെ, അത് നമ്മള് ലെജൻഡിനെ അടക്കം ഇവിടെ. അതെ, ഞങ്ങൾ ലെജൻഡ്. സ്പെല്ലിംഗ് തെറ്റരുത് കേട്ടോ, എഴുതുന്നവനോട് പറയണേ. ഓ ശരി, ലെജൻഡ്. ഇത് കഷ്ടമാണെന്ന് നോക്കണേ. ഉച്ചക്കിറക്കിന് മരുന്നില്ല എന്ന് പറയത്തില്ലേ, അതാണിത്. വിട്ടുകള, വേറെ നമുക്ക് വേറെ പോം വഴിയില്ല. കേരളം ഇത് അനുഭവിക്കുക. ഒലിക്കട മൂട്. ഒലക്കര മൂട്.